നമ്മുടെ ഏത്തക്കായുടെ അതിൻ്റെ തൊലി വെച്ച് നമുക്ക് ആദ്യം ഒരു വിഴുക്കുണ്ടാക്കാം. അപ്പോൾ ഞാൻ ഗ്യാസ് ഓണാക്കി അതിനുവേണ്ടി ഒരു പാത്രം വെച്ചു. അതിലേക്ക് ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. നമുക്ക് ഇന്നലെ ഗ്യാസിൻ്റെ ഒരു ചെറിയ മണം വരുന്നു. ഗ്യാസ് എവിടെയെങ്കിലും ലീക്ക് ഉണ്ടോ എന്തോ. ഈ ഏത്തക്കാട ആ തൊലിയിലുള്ള കറയും ഇതെല്ലാം എന്ത് ഗുണമുള്ളതാണെന്നറിയാമോ? നമ്മൾ ഏത്തക്ക അതിൻ്റെ ഒരു അതെടുത്ത് വറുക്കാനൊക്കെ എടുത്തിട്ട് അറിയാമെന്നുള്ളവർ ഒരു കളയില്ല, തോരൻ വയ്ക്കുകയും ഉരുക്കൊഴിക്കുകയും ഒക്കെ ചെയ്യും. അതിലും ഒരുപാട് ഗുണമുള്ളതാണ്. ഞാൻ ആദ്യം തോരൻ വയ്ക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെയാണ് നമ്മളിപ്പോൾ 2 പേരല്ലേ ഉള്ളൂ. അവരെപ്പോഴെങ്കിലും കുഞ്ഞിനെ വിളിക്കാൻ സമയത്തോ പാല് മേടിക്കാൻ സമയത്തോ ഒന്ന് ഓടിയൊക്കെ വന്നിട്ട് പോവും. ആരും ഇല്ലെങ്കിൽ ഒരു വിഷമം തന്നെ. നമ്മളെ വീട് ഉറങ്ങി ഞാനും മാത്രമാകുമ്പം എന്ന് വിചാരിച്ച് നമ്മൾ വിഷമപ്പെട്ടിട്ട് ഞാൻ എങ്ങും പോവില്ല. നമുക്ക് ജോലിയോ എന്തെങ്കിലും ആവശ്യമോ ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലാതെ ഞാൻ എൻ്റെ വീട്ടിലിരിക്കുകയുള്ളൂ. നമ്മളെ വീട്ടിലെ ജോലിയും നോക്കി തുണിയൊക്കെ കഴുകി ഉപ്പ് ഇട്ട് കൊടുത്തു. അപ്പം അതൊന്ന് തീ കുറച്ച് വയ്ക്കാം. അപ്പോൾ അതിൻ്റെ അടപ്പും എടുത്ത് നമുക്ക് അടച്ചു കൊടുക്കാം. അതിൽ നിന്ന് വേവട്ടെ. അപ്പോൾ അടുത്ത ജോലിക്ക് പോകാം. നമ്മൾ മിനുക്കൊന്ന് തുറന്നു നോക്കിയാലോ. നമ്മൾ വിഴുക്ക് റെഡി ആയിട്ടുണ്ട്. ഉണ്ടോ ഉപ്പം, ഒരു ചമ്മന്തി, പിന്നെ ഇറ്റാള വിളിച്ചത് കൂടെ ഉണ്ടെങ്കിൽ തെറ്റില്ല. കണ്ടോ, നല്ല സൂപ്പർ വിളിക്കാണ്. ഇത് 2 മിനിറ്റ് കൂടി നമുക്കൊന്ന് കഴിക്കാം. നമ്മുടെ ഈ വിഴുക്ക് സൂപ്പർ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇറക്കിയാണ് ഓഫ് ചെയ്തു. ഇനി നമ്മൾ ഇച്ചാള കൊണ്ടൊരു തോരൻ വയ്ക്കുമ്പോൾ വീണ്. അപ്പം നമുക്ക് അതിന് വേണ്ടി ഒരു ശകലം എണ്ണ അതിലേക്ക് ഒഴിക്കുകയാണ്. ശകലം മതി. ശകലം എണ്ണ അതിലേക്ക് ഒഴിച്ചു. അതിലേക്ക് രണ്ട് കടുക് ഇട്ടു. രണ്ട് ഉലുവ ഇട്ടു.
കറിവേപ്പിട്ടു. നെച്ചാള അതിലേക്ക് ഇടുകയാണ്. നെച്ചാള നമ്മൾ തോരൻ വെച്ചാലും നമ്മൾ അവിച്ച് തിന്നും, പുഴുങ്ങി തിന്നും. എല്ലാം അവിച്ചും പുഴുങ്ങിയൊക്കെ എല്ലാം ഒന്നും തന്നെയല്ലേ, രണ്ട് രീതിക്കാണ്. അതുകൊണ്ടാണ് അവിച്ച് തിന്നും പുഴുങ്ങി തിന്നുമെന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ നല്ല സൂപ്പറായിട്ട് നമ്മൾ വെറൈറ്റി നെച്ചാള തോരൻ വയ്ക്കാൻ പോകുന്നു. ഇത് എല്ലാവരും വെച്ച് നോക്കണം കേട്ടോ. അതേ ഉപ്പാണ് ഇട്ടത്. തോരനാവശ്യമായ അരപ്പ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ അരപ്പ് അതിലേക്ക് ഇടുകയാണ്. അത് കഴുകി ഒരു തുള്ളി വരും. എല്ലാ വെള്ളം ഒഴിക്കേണ്ട. നമുക്ക് അത് കഴുകിയുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇതിരിപ്പം ഇളക്കണ്ട. നമുക്കൊന്നൊന്ന് അടച്ചിടാം. തീ ഞാൻ കുറച്ച് വെച്ചിരിക്കുകയായിരുന്നു. കിഴക്കടുപ്പിലിരുന്നപ്പം ഞാൻ കുറച്ചതാണ്. ഇനി നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ മീൻ തോരനൊന്ന് തുറന്ന് വയ്ക്കാമല്ലോ. വെള്ളം വറ്റിയോ എന്തായെന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം. പൊന്നുമോളെ അന്നേരാരോ കണ്ട ഇങ്ങനെ ആവണം. ഇതാണ് തോരൻ. നമ്മൾ നെത്തോലി തോരൻ വയ്ക്കുമല്ലോ, അതുപോലെ നെച്ചാള തോരൻ വയ്ക്കും. സൂപ്പറാണ് കേട്ടോ. അപ്പം നെച്ചാളയുടെ ഒരു സീസണാണ്. അപ്പോൾ കിട്ടാൻ എല്ലായിടവും കിട്ടാനുണ്ട്. അപ്പം നിങ്ങളും പേടിച്ച് കൂട്ടാൻ വയ്ക്കുമ്പം നിങ്ങൾ ഇതുപോലെ തോരനും വയ്ക്കണം. സൂപ്പർ തോരനാണ്. നമ്മൾ കൂട്ടാൻ വയ്ക്കുക, നമ്മൾ അത് പുളി വയ്ക്കൂലേ, നല്ല സൂപ്പർ. നമ്മൾ കുക്കർ മത്തിയൊക്കെ വെച്ചില്ലേ, കുക്കർ മത്തി അതൊക്കെ കഴിഞ്ഞ പ്രാവശ്യമായിരുന്നു. കുക്കർ മത്തി എന്തോ ടേസ്റ്റായിരുന്നു. അത് വലിയ ചാള കിട്ടുമായിരുന്നു. ഇപ്പം കിട്ടുന്നതെല്ലാം ഓവർ ഇതായിട്ട് ചെറിയ ഇതാണ്. അപ്പം നല്ല സൂപ്പറാണ്. ഇനി ഇട്ടിരുന്നാൽ കരിഞ്ഞു പോകും. അടിപൊളിയാണ് കേട്ടോ. ഇത് മതി ചോറ് തന്നെ, വേറെ ഒന്നും വേണ്ട. അതേ കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടല്ലോ. അടിപൊളിയാണ്. അപ്പം ഞാൻ ഇറക്കുകയാണ്. ഇനി അടുത്തത് മണ്ടയിലോട്ടങ്ങ് വെച്ചു. ഇനി നമ്മൾ വയ്ക്കുന്നത് നമ്മുടെ ഒരു നെച്ചാള പുളിയും കൂടെയാണ് വയ്ക്കുന്നത്. കണ്ടോ, കുടംപുളിയിട്ട് ഒരു പുളിയും കൂടെ നമുക്കങ്ങ് വെച്ചാൽ ഊണ് റെഡി അല്ലേ? ചട്ടി അടുപ്പിലേക്ക് വെച്ചു.
ചട്ടി ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇന്നിപ്പം നാളെ ഇതിലുള്ള ഒരു കൂട്ടാനും ഞാൻ വെക്കില്ല. ഇന്ന് എണ്ണ നമ്മൾ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല. കൊളസ്ട്രോളൊന്നും ഇതുവരെ വന്നിട്ടില്ല. എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരേ തുള്ളിയാണ് എല്ലാത്തിനും ഒഴിക്കുന്നത്. എന്നാലും ഇത്തിരി ഒത്തിരി ആവും. അതുകൊണ്ട് എണ്ണ ഒഴിച്ചു. ഇതിലേക്ക് കടുവിട്ടു. രണ്ട് ഉലുവ ഇട്ടു. കറിവേപ്പിട്ടു. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി തക്കാളിക്ക അത് അതിലേക്ക് ഇട്ടു. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ടു. അപ്പോൾ ഉള്ളി പെട്ടെന്ന് വാടിക്കിട്ടും. തീ നമുക്ക് ലോ ഫ്ലെയിമിലാക്കിയിട്ട് അതിനാവശ്യമായ പൊടി കൂടി നമുക്ക് അതിലേക്ക് ഇടാം. പൊടി നമുക്ക് ആവശ്യമായ പൊടി എത്രയാണെന്ന് വെച്ചാൽ അതിലിടുക. നമ്മൾ കണക്ക് പറയുന്നില്ല. മീൻ എത്രയാണോ ഉള്ളത് അതിനനുസരിച്ച് പൊടിയിടുക. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. മുളക് പൊടി എല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് നല്ലതുപോലെ അതിൻ്റെ പച്ചപ്പ് മാറുന്നത് വരെ ഒന്ന് ഇളക്കാം. ഈ നല്ലപോലെ കുറച്ച് വെച്ചിട്ട് വേണം ഇളക്കാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മുടെ പൊടി കരിഞ്ഞു പോകും. ഞാൻ നല്ലതുപോലെ ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കുകയാണ്. ഇനി ഈ കുടംപുളി വെള്ളത്തിയിട്ട് വെച്ചിരിക്കുന്ന ആ വെള്ളവും കുടംപുളിയും കൂടെ ഞാൻ ഒഴിക്കുകയാണ്. ഒരെണ്ണ ഇട്ടോള്. കാര്യം ഇന്നലെ 2 എണ്ണം മീൻ കറിക്ക് ഇട്ടപ്പോൾ കൊഴുപ്പ് കൂടി. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്നങ്ങ് മാറ്റി. അതുകൊണ്ടൊന്ന് ഒന്നേ ഇടുന്നുള്ളൂ.
ചിരി എടുത്ത് മറിച്ചടച്ച് ഞാൻ ഇതാക്കിയാണ്. അപ്പം കണ്ടു കണ്ടു ഞങ്ങളെ കണ്ണുന്നത്. അപ്പോൾ നമ്മുടെ കറി ചെറുതായിട്ട് തിളച്ച് തുടങ്ങി. അപ്പോൾ നമുക്ക് മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ശകലം തേങ്ങാപ്പാൽ ഒഴിച്ചാൽ ഇതിൻ്റെ ആ ഒരു കാരൽ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു കാരൽ ഇതുപോലെ ചെറിയ ഒരിത് അതങ്ങ് മാറിക്കിട്ടും. അതിനുവേണ്ടി ഞാനൊരു ശകലം തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. ഒരു ശകലം മതി. എന്നിട്ട് നമുക്ക് അതങ്ങ് അടയ്ക്കാം. കറി തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് മീനടുപ്പിൽ അപ്പം നമ്മുടെ കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പുളി വയ്ക്കാനായിട്ട് ചാള അതിലേക്ക് ഇടാം. നല്ല സൂപ്പർ ആണ്. അപ്പം പെട്ടെന്ന് തന്നെ അത് റെഡി ആയിക്കോളും. കുടംപുളിയിട്ട് കുരുമുളകും ഇട്ട് നമ്മൾ പുളി വയ്ക്കുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് റെഡിയായി വന്നോളം അടച്ചിടാം. അപ്പം നമ്മുടെ മീൻ കറി റെഡിയായിട്ടുണ്ടോ നമുക്കൊന്ന് തുറന്ന് നോക്കിയാലോ. നല്ല വറ്റി നല്ല പരുവായിട്ടുണ്ട്. അപ്പം നമുക്ക് ഉപ്പൊന്ന് നോക്കിയല്ലേ. സൂപ്പറാണ് കേട്ടോ. സൂപ്പറെന്ന് പറഞ്ഞാൽ ഈ നെയ്ച്ചാളയെന്ന് പറയുമ്പോൾ നമുക്കതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നമുക്ക് കപ്പയൊക്കെ കൂട്ടി തിന്നാനും. അല്ല, ഇന്നലെയും മെനിയാന്ന് നമുക്ക് കപ്പയുണ്ടായിരുന്നു. മോള് അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വന്നു. മരുമോൻ മീൻ മേടിച്ചുകൊണ്ട് വന്നപ്പോൾ മരുമോൻ വന്നിട്ടുണ്ട് കേട്ടോ. അത് പറയാൻ മറന്നുപോയി. മരുമോൻ വന്നു. മോളും മരുമോനും അങ്ങ് മരുമോൻ്റെ വീട്ടിലാണ്. ഞാനും മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ നമുക്കതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പം നല്ല സൂപ്പർ നല്ല കുടംപുളിയിട്ട ചാളക്കറി, അതായത് നെയ്ച്ചാള പുളി ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും നെയ്ച്ചാളത്തോരനും നെയ്ച്ചാളപ്പുളി കൂട്ടി, അതുപോലെ തന്നെ നമ്മുടെ ഏത്തക്കായുടെ തൊലി വിഴുക്ക് വെച്ചതും എല്ലാം കൂട്ടി തോരൻ ചോറ് റെഡിയാണ്. ഇത് നല്ല സൂപ്പർ നാടനരി ചോറ്. ഇത് ഞാനിപ്പോൾ റൈസ് കുക്കറിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് ഊറ്റിയതാണ്. കണ്ടോ, നല്ല സൂപ്പർ നാടനരി ചോറ് റെഡിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഓടി വരുവിൻ ഉണ്ണാൻ. എൻ്റെ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പം അടുത്തുള്ള ആ ബെല്ലൈക്കനും കൂടെ ഒന്ന് അമർത്തി വെച്ചാൽ നിങ്ങൾക്ക് ബെല്ലൈക്കനും കൂടെ ഒന്ന് അമർത്തി വെച്ചാൽ ഞാനിടുന്ന കുഞ്ഞു കുഞ്ഞു വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴപ്പോൾ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ, ബൈ.